ഇത് ഖുർആൻ ഓതുന്ന സമയത്ത് എങ്ങനെയായിരിക്കുന്നു? ഖിബിലക്ക് മുന്നിട്ട്, നിർബന്ധമായ കാര്യമല്ല, പക്ഷെ അദബാണ്, മര്യാദയാണ്, സുന്നത്താണ്. ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, നല്ല രൂപത്തിൽ വുദുവെടുക്കുക. അതായത് മൊബൈലിൽ നോക്കിയല്ല ഓതേണ്ടത്, ഖുർആനിൽ തന്നെ. ഖുർആൻ എടുക്കണമെങ്കിൽ ഏതായാലും വുദു വേണമല്ലോ. ഖുർആൻ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് വളരെ ഭവ്യതയോടുകൂടി സൂറത്തുൽ ഫത്ഹ് എന്ന് എൻ്റെ ഉമ്മച്ചിമാരെ, എൻ്റെ വാപ്പിച്ചിമാരെ നമ്മളൊന്ന് ഓതി നോക്കിക്കേ. സൂറത്തുൽ ഫത്ഹ് ഖിബിലക്ക് മുന്നിട്ട് നല്ല വുദുവോടുകൂടി ഖുർആൻ നോക്കിയിട്ട് ഔറത്തൊക്കെ മറച്ച്, തലമറച്ച്, മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടില്ല, സ്ത്രീകൾ മുടി പുറത്തേക്ക് കാണാതെ, പുരുഷന്മാരാണെങ്കിൽ തലമറച്ച് സുന്നത്താണ്, തലമറച്ചോതുക, തലമറക്കുക. ഇന്ന് തലമറക്കല് അത് ഔട്ട് ഓഫ് ഫാഷനായി അല്ലെ. തലമറക്കാന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേട്, തുപ്പി വെക്കാന്ന് പറഞ്ഞാൽ ഇന്ന് നാണക്കേട്. അങ്ങനെയല്ല, തലമറച്ചിട്ട് ഓതുക. മറ്റ് സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക അല്ലെ. ഒരാൾ വന്നാൽ തന്നെ നമ്മളത് എന്ത് ചെയ്യാം, ഇനിയിപ്പോ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്. ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എങ്കിൽ എന്ത് ചെയ്യാം, ആ ഖുർആൻ ഇങ്ങനെ നമ്മുടെ മടക്കുക, എന്നിട്ട് അയാളോട് സംസാരിക്കാം. വീണ്ടും നമ്മളിങ്ങനെ തുറന്നിട്ട് ബാക്കി ഓതലല്ല, മറിച്ച് അഊദും ബിസ്മിയും ഓതിയിട്ട് നമ്മൾ ഓതുക. ഇത് ഓതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ല മനസ്സാന്നിധ്യത്തോടെ അർത്ഥം മനസ്സിലാക്കി ഓതാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമ്മളൊക്കെ മലയാളികളാണ്, നമ്മൾ ഇതിന്റെ അർത്ഥമൊന്നും കൂടുതലായി പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ആശ്വസിപ്പിക്കുന്ന വാക്ക്, നബിയെ സന്തോഷിപ്പിക്കുന്ന ഒരു സൂറത്താണ്. ഇത് അള്ളാഹുവിന്റെ വലിയ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഒരു സൂറത്താണ്. ഇത് അള്ളാഹുവിനെ പറ്റി പറയുന്ന സൂറത്താണ്. ഇത് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ പറ്റി പറയുന്ന സൂറത്താണെന്ന് മനസ്സിലാക്കി നല്ല മനസ്സാന്നിധ്യത്തോടെ ഓതുക. എങ്കിൽ ഇൻഷാ അള്ളാഹ് ഇങ്ങനെ ഓതിയാൽ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഫത്ഹ് ഉണ്ടാകും. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. അതായത് ഭാര്യ ഓതുക, ഭർത്താവ് ഓതുക, മക്കൾ ഓതുക, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. ആരോഗ്യം കിട്ടാൻ ഓതുക. ഇത് ഓതിയാൽ ആരോഗ്യത്തിൽ ഫത്ഹ് ഉണ്ടാകും, വിജയമുണ്ടാകും. ഇടപെടലുകൾ, നമ്മുടെ ദുന്യാവ്, നമ്മുടെ ആഖിറം, അല്ലെ നമ്മുടെ ഖബർ. അതുപോലെ ഒരുപാട് പേര് കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട്, കള്ളക്കേസും അതല്ലാത്ത കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഫത്ഹ് ആവാൻ, അതിൽ നിന്നെല്ലാം സലാമത്താവാൻ ഈ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ.